9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന പാഠത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. We have seen in class 8 that any odd number can be written as the difference of two perfect squares. Use this to draw squares of area 7 square centimeters and 11 square centimeters. What are the length of the sides of these squares? ഏത് ഒറ്റ സംഖ്യയെയും രണ്ട് പൂർണ്ണഭാഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 7 ചതുരശ്ര സെൻറ്റിമീറ്ററും 11 ചതുരശ്ര സെൻറ്റിമീറ്ററും പരപ്പളവുള്ള സമചതുരങ്ങൾ വരയ്ക്കണം. വശങ്ങളുടെ നീളം എത്ര? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. വരച്ചല്ലോ. ഇനി ഇവിടെ 90 ഡിഗ്രിയാണ് എന്ന് കരുതുക. അപ്പോൾ ഈ താഴെയുള്ള ഭാഗത്ത് നമ്മൾ എന്ത് പറയും? ബേസ് എന്ന് പറയും. ബേസിന് മലയാളത്തിൽ നമ്മൾ എന്ത് പറയുക? പാദം. ഇനി ഈ ഭാഗത്ത് നമ്മൾ എന്ത് പറയും? ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിന് ഞാൻ ഹൈപ്പ് എന്ന് എഴുതുന്നുള്ളൂ. ആ ഭാഗത്തെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ കർണം. ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് ഞാൻ ഓൾട്ട് എന്ന് എഴുതുന്നുള്ളൂ. ലംബം. അപ്പോൾ നമ്മൾ 3 ഭാഗങ്ങൾ മനസ്സിലാക്കി. ബേസ്, ഹൈപ്പോട്ടന്യൂസ്, ആൾട്ടിറ്റ്യൂഡ്. 3 ഭാഗം: ലംബം, പാദം, കർണം. പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് ഹൈപ്പോട്ടന്യൂസം എങ്ങനെ കണ്ടുപിടിക്കാം, ആൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കാം. ഹൈപ്പോട്ടന്യൂസം അഥവാ കർണം കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ട് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അതായത് ഹൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ 2 ഭാഗങ്ങൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പ് കിട്ടും. ഇനി ആൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ ആൾട്ട് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. കണ്ടല്ലോ. ഈ ഭാഗം കണ്ടുപിടിക്കാൻ നമുക്ക് പ്ലസ് ചെയ്യണം, ഈ ഭാഗം കണ്ടുപിടിക്കാനായിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ നേരത്തെ തന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് യൂസ് ദീസ് ടു ഡ്രോ. വരയ്ക്കണം നമ്മൾ. സ്ക്വയർ ഓഫ് ഏരിയ 7 ഏരിയ വരുന്ന 7 ഏരിയ 7 വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ആദ്യം വരയ്ക്കണം. അപ്പോൾ എന്താണ് 7 നമുക്ക് എങ്ങനെ 2 സൈഡായിട്ട് കൊടുക്കാൻ പറ്റും? 3 + 3 എന്താണ്? 6 ആണ് അല്ലേ? അപ്പം നമുക്കത് ശരിയാവില്ല. 7 കിട്ടണ്ടേ. അപ്പോൾ ഏത് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുക? നമുക്ക് 4 + 3 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുക? 7 കിട്ടുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ബേസ് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം? 3 കൊടുക്കാം. ബേസ് 3 ആവുന്ന രീതിയിലും ഹൈപ്പോട്ടന്യൂസ് 4 സെൻറ്റിമീറ്റർ ആവുന്ന രീതിയിലും നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. നമുക്ക് എന്ത് വേണം? ബേസ് 3 സെൻറ്റിമീറ്റർ എടുക്കാം. 3 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ 0ൻ്റെ അവിടെ നിന്ന് 3 വരെ എടുക്കുക. എന്നിട്ടൊരു ലൈൻ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ എങ്കിൽ ഈ ഭാഗം എത്ര വരയ്ക്കണം നമ്മൾ? ഒരു ഹൈപ്പോട്ടന്യൂസ് 4 വേണ്ടേ? അപ്പം നമുക്ക് ഇവിടെ ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിൾ ആക്കണം. അതിന് നമുക്ക് 90 ഡിഗ്രി വേണം. അപ്പം നമുക്കൊന്ന് നീട്ടി വരച്ച് നോക്കാം. 90യിലോട്ട് ഒരു ലൈൻ നീട്ടി വരയ്ക്കാം. എന്നാലും നമുക്ക് എന്ത് വേണം? ഇവിടെ 3 സെൻറ്റിമീറ്റർ എടുത്താൽ അതേ അളവിൽ തന്നെ നമുക്കൊരു 3 സെൻറ്റിമീറ്റർ കൂടി എടുക്കുക. കണ്ടല്ലോ, ആ 3 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്കൊരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്കിൽ നിന്ന് ഇതിങ്ങോട്ട് യോജിപ്പിക്കാം. ആണല്ലോ. ഇത് 4 സെൻറ്റിമീറ്റർ ഉണ്ടോ നോക്കി നിങ്ങൾ. കണ്ടോ? 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 4 എഴുതാം. ഓക്കെ അല്ലേ? എങ്ങനെ എഴുതിയെന്ന്? നമ്മളിവിടെ 3 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. കണ്ടോ? അപ്പോഴേ നമുക്കിവിടെ 4 സെൻറ്റിമീറ്റർ ആവുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതാം. നമുക്കിതിനെ പേര് കൊടുക്കാം. എന്തെല്ലാം പേര് കൊടുക്കാം? PQR എന്ന് പേര് കൊടുക്കാം. ഇനി എന്തെഴുതണം?
നമുക്ക് കണ്ടുപിടിക്കേണ്ട ഭാഗം ഏതാണ്? ഓൾട്ടാണ് അല്ലേ? ഇത് ഓൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ട് സ്ക്വയർ ആണ്, ഹൈപ്പാണ്, പിന്നെ എന്താണ്? ബേസാണ്. ഓൾട്ട് എന്ന് വെച്ചാൽ ലംബം, ഹൈപ്പ് കർണം, ബേസ് പാദം. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ആർ ആണ്. ക്യു ആർ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, പി ക്യു 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പി ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് എങ്ങനെ എഴുതാം? പി ആർ സ്ക്വയർ ഈക്വൽ ടു ക്യു ആർ സ്ക്വയർ മൈനസ് പി ക്യു സ്ക്വയർ അല്ലേ? ഓൾട്ട് സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താണ്? ഹൈപ്പ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓൾട്ട് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ഓൾട്ട് സ്ക്വയർ ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇനി അതേ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ എന്ത് വേണം? ലംബം ആൾട്ടിറ്റ്യൂഡ് എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ പി ആർ സ്ക്വയർ ഈക്വൽ ടു കർണം, അതായത് ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സ്ക്വയർ മൈനസ് ബേസ് അഥവാ പാദം ഏതാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സ്ക്വയർ. പി ആർ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 4 × 4 16. 3 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 3 × 3 9. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. ഇനി പി ആർ സ്ക്വയർ 14 ന് 9 കുറച്ചാൽ എത്രയാണ്? 7. അപ്പോൾ ഈ സ്ക്വയർ നമ്മൾ മാറ്റുമ്പോൾ ഈ 7 എന്താവും? √7 ആവും. പി ആർ ഈക്വൽ ടു √7. അതായത് ഏരിയ എത്രയാണ്? ഏരിയ ഈക്വൽ ടു 7. ഇനി നമുക്ക് വരച്ച് നോക്കാം എങ്ങനെയാണ് 7 ഏരിയ ആയിട്ടുള്ള ഇത് പിക്ചർ വരയ്ക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. നമുക്ക് 3 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. 3 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. മൂന്ന് സെൻറ്റിമീറ്റർ. ഇനി ഇതേ അളവിൽ 3 സെൻറ്റിമീറ്റർ എടുക്കാം. എടുത്തു. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ വെച്ച് 90 ഡിഗ്രി എടുക്കാം. നമ്മൾ നേരത്തെ എടുത്തല്ലോ 3 സെൻറ്റിമീറ്റർ, അത് വെച്ച് നമുക്കൊരു ആർക്ക് വരയ്ക്കാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്കിവിടെ സ്ക്വയർ വരയ്ക്കാം. ഏരിയ വരയ്ക്കണമല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണോ അതാണ് നമുക്ക് ഇങ്ങോട്ടും വരയ്ക്കേണ്ടതാണ്. അപ്പോൾ എത്ര വരയ്ക്കാം? നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന അതേ അളവിൽ തന്നെ നമ്മൾ ഇങ്ങോട്ടും വരയ്ക്കണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അല്ലേ? ഇതേ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വരയ്ക്കാം. ബേസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കാം. ഇവിടെ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കാം. ഉണ്ടോ? 4 സെൻറ്റിമീറ്റർ 4 3 കൂടും നമുക്ക് എത്ര കിട്ടി? ഇവിടെ 7 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ √7 എന്ന് എഴുതാം. ഈ √7 തന്നെയാണ് ഇതിന് ചുറ്റും വരിക. √7 √7. ഇനി √7 അത് 2 ആയിപ്പോയി. ഇവിടെ √7 കണ്ടോ? 4 ഭാഗത്ത് √7 ഇതെത്രയാണ് നമ്മൾ കൂട്ടി കിട്ടുന്നത്? ആഡ് ചെയ്ത് കിട്ടുന്നത്
ഈ ആഡ് ചെയ്ത നമ്പർ ആയിരിക്കും ഇവിടെയുള്ള ഏരിയ 7. ഇനി നമുക്ക് ഏരിയ 11 വരുന്ന രീതിയിലുള്ള ഒരു റൈറ്റ് ആംഗിളൊക്കെ നമുക്ക് വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാം? ആദ്യം നമുക്ക് 5ഉം 5ഉം ആണ് എന്ത് 10 അല്ലേ? പക്ഷെ നമുക്ക് 11 വേണ്ടത്. അപ്പോൾ 5 + 6 11 എങ്കിൽ നമുക്ക് ഈ 2 നമ്പേഴ്സ് എടുത്താൽ പോരെ വരയ്ക്കാനായിട്ട്. അപ്പോൾ ബേസ് നമുക്ക് എത്രയാക്കാം? ബേസ് 5 സെൻറ്റിമീറ്റർ എടുക്കാം. ഇനി ഹൈപ്പോട്ടന്യൂസ് എത്ര എടുക്കാം? നമുക്ക് ഹൈപ്പ് 6 എടുക്കാം. എങ്കിൽ എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ബേസ് 5 എടുക്കണമെങ്കിൽ 5 ഡോട്ട് ഇടാം. 0 ഡോട്ട് ഇട്ടിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇനി എന്ത് വേണം? നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്കിത് വെച്ച് റൈറ്റ് ട്രയാങ്കിൾ ഇടാം. 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമുക്കൊരു ഡോട്ട് ഇടാം. നീട്ടി വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവെടുക്കണം. കണ്ടോ? അത് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആർക്കിലോട്ട് കൂട്ടി മുട്ടിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 5 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇവിടെയാണ് ഓൾട്ടിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ നമുക്ക് പേര് കൊടുക്കാം. എന്തൊക്കെയാണ് പേര്? PQR എന്ന പേര് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PR. അപ്പോൾ PR² ഈ ഭാഗം കണ്ടുപിടിക്കാൻ എന്താണ്? മൈനസാണ് അല്ല? ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഓൾട്ട് കാണാനായിട്ട് മൈനസാണ്. ഹൈപ്പാണ്, ബേസാണ്. എങ്കിൽ PR എങ്ങനെ കണ്ടുപിടിക്കാം? PR² ആദ്യം QR² മൈനസ് PQ². QR നമുക്ക് എത്രയാണ്? QR 6 സെൻറ്റിമീറ്റർ. R² മൈനസ് PQ 5 സെൻറ്റിമീറ്റർ. 5². ഇനി 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 6 മൈനസ് 5 × 5. 6 × 6 36 മൈനസ് 5 × 5 25. അപ്പോൾ 36 മൈനസ് 25 11. അപ്പോൾ നമുക്ക് PR² ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ PR². നമ്മൾ PR കാണണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണം? ഈ സ്ക്വയർ കളഞ്ഞത് റൂട്ടാക്കിയാൽ പോരെ? √11. അപ്പോൾ ഏരിയ എത്രയാണ്? ഏരിയ = 11. അപ്പം ഈ ഏരിയ 11 ആവുന്ന രീതിയിൽ നമുക്ക് വരച്ച് നോക്കാം. നമ്മൾ 5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ. ഇനി നമ്മളെന്താ പറഞ്ഞത്? ഇതേ 5 സെൻറ്റിമീറ്റർ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് 90 ഡിഗ്രി എടുക്കണം. നമുക്ക് 90 ഡിഗ്രികൾ ഏർപ്പെടുത്താം. നമുക്ക് നീട്ടി വരയ്ക്കാം. ഇതേ 5 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. നമുക്ക് യോജിപ്പിക്കാം. ഇനി ഇവിടെ എത്രയാണോ സെൻറ്റിമീറ്റർ ഉള്ളത് അത് തന്നെ നമുക്ക് ഇങ്ങോട്ടും എടുക്കണം. ബേസ് അല്ലാതെ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 5 സെൻറ്റിമീറ്റർ എടുക്കാം. നമുക്കത് ഈ 5 സെൻറ്റിമീറ്ററിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. ഒരു ആർക്ക് വരയ്ക്കാം.
ഇവിടെ നമ്മൾ 5 സെൻറ്റിമീറ്റർ എഴുതി. ഇപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. 6ഉം 5ഉം കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11. അതാണ് നമുക്ക് എന്ത് ഏരിയ 11. എങ്കിൽ 6ഉം 5ഉം കൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? PR √11 ആണ്. എങ്കിൽ 4 സൈഡും √11 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം.